സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. നിങ്ങൾ 27-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 28-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ 29-ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല, നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല. അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്. അങ്ങേപ്പോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? സാർ, യഥാർത്ഥത്തിൽ AK ആന്റണി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനം നടത്താൻ നിർബന്ധിതനായത് ഈ നിയമസഭയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലാപമായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം കുറ്റകരമായി നിശബ്ദത പാലിച്ചല്ലോ എന്നുള്ള ഒരു പത്രസമ്മേളനം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി നടത്താൻ ഇടയുണ്ട് എന്ന് കരുതിയിട്ടുള്ള ഒരു സമരാഭാസമാണ് ഇന്ന് ഈ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.